ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ഈ തീയതി പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, നമുക്കറിയാവുന്നതുപോലെ SIR നടപ്പിൽ വരുന്നതിന് ശേഷം രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് സംസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികൾ നിലവിലുണ്ട്. കൂടാതെ വോട്ടർ അധികാർ യാത്ര, അത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയാണ്. RJDയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടത്തിയ യാത്ര. ഒട്ടേറെ കാര്യങ്ങൾ അതിനുശേഷം വെളിപ്പെടുത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഘട്ടത്തിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. രണ്ട് കൂട്ടരും ശക്തരാണെന്ന് നമുക്കറിയാം. NDAയും ഇന്ത്യയും ഒരുപോലെ ഇഞ്ചോടിഞ്ച് എന്ന തരത്തിലേക്ക് പോരാട്ടം നടത്തുന്ന ഇടം കൂടിയാണ്. കഴിഞ്ഞ തവണയും ഒക്കെ നമ്മളത് കണ്ടതുമാണ്. അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ്? അനുജ, നിലവിലെ സാഹചര്യത്തിൽ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് നടപ്പാക്കിയതിനു ശേഷം 22 വർഷത്തിന് ശേഷമാണ് ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വോട്ടർമാരെ കൂട്ടത്തോടെ വെട്ടി ഒഴിവാക്കാനുള്ള നീക്കമാണ് എന്നും BJPയുടെ അജണ്ടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരുവിൽ വെല്ലുവിളിക്കുന്ന സാഹചര്യം പോലും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ സാഹചര്യമൊരുങ്ങി. ഇതിനെല്ലാം ശേഷമാണ് അതും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നാളെ ആ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് എന്നുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ നാടകീയമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയ ശേഷമാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് എത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരും സുരക്ഷാ ചുമതലയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു എന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. തൊട്ടു പിന്നാലെ ഇന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിൽ 2 ഘട്ടമായി അത് ഈ കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരുന്നത്. കാരണം ഒറ്റഘട്ടമായി തന്നെ നടത്തുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. എന്നാൽ BJP മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത്. കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ 3 ഘട്ടമായിരുന്നു സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ 2 ഘട്ടമായി ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 6, നവംബർ 11 എന്നീ 2 ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. പട്ന അടക്കമുള്ള നഗര മേഖലകളിൽ അത് പ്രധാനമായും നവംബർ 6-നായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് മറ്റ് മണ്ഡലങ്ങൾ അതിർത്തി മേഖലകളിലാണ്. ബീഹാറിൻ്റെയും ജാർഖണ്ഡിൻ്റെയും അതിർത്തി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ നവംബർ 11-ന് വോട്ടെടുപ്പ് നടക്കുക. പ്രധാനമായും ഈ ഏറെ നിർണായകമായ ഒട്ടേറെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൂടി ആവശ്യമുള്ള മേഖലയാണ് ഈ അതിർത്തി പ്രദേശം. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ അതിർത്തി പ്രദേശം. ഛത്തീസ്ഗഡിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ബീഹാറിൻ്റെയും അതിർത്തി പ്രദേശങ്ങൾ എന്നുള്ളത്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 2ാം ഘട്ടത്തിലേക്ക് ആ മേഖല നീക്കിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. ഇതോടൊപ്പം തന്നെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തലത്തിൽ എന്നും അല്ലെങ്കിൽ രാജ്യം എങ്ങോട്ട് ഏത് രാഷ്ട്രീയ ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ആദ്യഘട്ടത്തിൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ രാഷ്ട്രീയം രാജ്യത്തിന് ഒരു പടി മുന്നേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാജ്യത്തെ ചരിത്രത്തെ തന്നെ മാറ്റിയ സോഷ്യലിസ്റ്റ് വിപ്ലവം ഉടലെടുക്കുന്നത് ബീഹാറിൽ നിന്നാണ്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ അടക്കമുള്ള ഒട്ടേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നത് ബീഹാറിലാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് NDAക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ രൂപപ്പെട്ട മഹാസഖ്യം എന്നുള്ള ഒരു ഫോർപ്പെട്ടതാണ്. ഇഞ്ചോടിഞ്ച് മത്സരത്തിന് അത് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനായാണ് NDA സർക്കാർ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ, നിതീഷ് കുമാർ അല്ലെങ്കിൽ JDU 2ാമത്തെ പാർട്ടിയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ പോലും നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് BJP NDA സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ തന്നെ 3 തവണ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ ബീഹാറിൽ നിന്നും കണ്ടിരുന്നു. എന്തായാലും നിലവിൽ NDAക്ക് നേരിയൊരു മുൻതൂക്കമുണ്ട് എന്നാണ് പുറത്ത് വന്ന സർവേ വ്യക്തമാക്കുന്നത്. അത് 0.1%. പക്ഷേ ആ നേരിയ മുൻതൂക്കം എന്നുള്ളത് ഇപ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരം
നിതീഷ് കുമാറിനുണ്ട് എന്നുള്ളതാണ്, ആ സർക്കാരിനെതിരെ ഉണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് NDA സഖ്യത്തിന്റെ പ്രതീക്ഷ? നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബീഹാറിന് വേണ്ടി. കൂടാതെ മറ്റ് ചില സ്കീമുകളൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരത്തേക്ക് മറികടന്ന് മുന്നോട്ട് പോകാം എന്നുള്ളതാണോ പ്രതീക്ഷ? അനുജ, അത്തരത്തിൽ NDA സംബന്ധിച്ചിടത്തോളം നിലവിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലുണ്ട്. ഒപ്പം വികസനം എന്നുള്ളത് ഒരു പ്രധാന വിഷയമാക്കുകയും കൂടാതെ ഈ RJD സർക്കാർ മുൻപുണ്ടായിരുന്ന ഘട്ടത്തിൽ നടപ്പാക്കിയ ക്രമസമാധാന നില ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മാസങ്ങൾക്കിടെ തന്നെ നിതീഷ് കുമാർ ഒട്ടേറെ പദ്ധതികൾ, അത് യുവാക്കൾ, തൊഴിൽ രഹിതർ, കൂടാതെ സ്ത്രീകൾ എന്നിവർക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക സംവരണങ്ങൾ സർക്കാർ ജോലിയിൽ ഉൾപ്പെടെ വനിതകൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെയാണ് സമീപകാലത്തായി തന്നെ പ്രധാനമന്ത്രി 2 തവണയാണ് ബീഹാറിലെത്തിയതും. ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന് ഒട്ടേറെ സാമ്പത്തിക പാക്കേജുകൾ വിവിധ പദ്ധതികളുടെ രൂപത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു പരിധിവരെ സ്വാധീനിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലുണ്ട്. ഒപ്പം തന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം അത് നിർണ്ണയിക്കുക ജാതി സമവാക്യങ്ങൾ തന്നെയാണ്. അതിൽ നിലവിലെ സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തൽ BJPക്ക് അല്ലെങ്കിൽ NDAക്കുണ്ട്. ഒപ്പം തന്നെ ഇരു മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം ഇത്തവണ നടക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ജൻ സുരാജ് പാർട്ടിയുടെ സാന്നിധ്യവും ഇത്തവണ സംസ്ഥാനത്ത് നിർണായകമാകും. പ്രധാനമായും നേരത്തെ കണക്കാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി താഴെ തട്ടിലുള്ള പ്രചരണമായിരുന്നു കഴിഞ്ഞ മാസങ്ങളായി. ഇപ്പോൾ ആ പാർട്ടി രൂപീകരിച്ച് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലെല്ലാം ജനങ്ങൾക്കിടയിൽ ഗ്രാമാന്തരങ്ങളിൽ പ്രചരണം നടത്തുകയായിരുന്നു പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് തന്നെ ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കട്ട് ചെയ്യുന്ന വോട്ട് അത് RJDക്കും കോൺഗ്രസിനും ലഭിക്കുന്ന വോട്ടുകളാകുമെന്ന കണക്കുകൂട്ടൽ BJPക്കും NDAക്കും ഉണ്ട്. തങ്ങളുടെ വോട്ടിൽ കാര്യമായ കോട്ടം തട്ടിക്കാൻ ജൻസ്വരാജ് പാർട്ടിക്ക് കഴിയില്ല എന്നാണ് NDA പക്ഷം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ജൻസ്വരാജ് പാർട്ടിയുടെ സാന്നിധ്യം ഏറെ നിർണായകമാകും. ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ആ പാർട്ടി ഏറെ നിർണായകമായി പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ AIMIM സംസ്ഥാനത്ത് പിടിച്ച 5 സീറ്റുകളായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും മറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. സമാനമായ ഒരു സാഹചര്യം ഇത്തവണയും ഈ ജൻ സുരാജ് പാർട്ടിയുടെ സാന്നിധ്യത്തിലൂടെ ഉണ്ടായേക്കും എന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും പ്രചരണത്തിലേക്ക് ബീഹാർ കടക്കുകയാണ്. ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമുണ്ടാകുമ്പോൾ തന്നെ പുതിയ പാർട്ടികൾ, പുതിയ മുന്നണികൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ NDAയോടൊപ്പം ഉണ്ടായിരുന്ന പശുപതി പരസ് ഇത്തവണ മഹാസഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. VIP കഴിഞ്ഞ തവണ NDAയുടെ ഭാഗമായിരുന്നു. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഇത്തവണ എന്നാൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വീറും വാശിയും നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു. അവിടെ നിന്നും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നേരിട്ടുള്ള പ്രചരണത്തിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ സംസ്ഥാനത്തെത്തിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, രാഹുൽ ഗാന്ധി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്ര സംസ്ഥാനത്ത് നടത്തുകയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും മറ്റ് സഖ്യത്തിന്റെ ഭാഗമായുള്ള പാർട്ടികളിലെ ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്ത് റാലികളിൽ പങ്കെടുത്തു. ഇതെല്ലാം തന്നെ സഖ്യത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അതിനിടെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി 11 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി. അതിൽ ബേഗുസരായ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പട്ടിക പുറത്തു വന്നു. ഡോക്ടർ മീര സിംഗ് ആണ് ബേഗുസരായിൽ മത്സരിക്കുന്നത്. കുശേശ്വറിൽ യോഗി ചൌപാൽ, തരയ്യയിൽ അമിത് കുമാർ സിംഗ്, അങ്ങനെ 11 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു. ആദ്യ സ്ഥാനാർത്ഥികൾ പുറത്തുവിടുന്ന പാർട്ടിയായി കൂടി ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.